ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ബീഫ് വെച്ച് കുറച്ച് കൈമ ഉണ്ടാക്കാൻ പോവുകയാണ്. മല്ലിയില, പുതിന, കറിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചത്, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. അപ്പോൾ പുതിനയില എൻ്റെ ടെറസിൻ്റെ മുകളിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായി കുറച്ച് പറിച്ചെടുക്കാം. ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. എനിക്ക് ആവശ്യത്തിനുള്ള പുതിനയില എൻ്റെ ടെറസിൻ്റെ മുകളിൽ തന്നെ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു പിടി മതി കേട്ടോ. ഇനി ഇതിനെ ചെറുതായി അരിഞ്ഞെടുക്കാം. ഇറച്ചി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയിലേക്കിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ ഉപ്പും ഇനി ഇതിനൊന്ന് അരച്ചെടുക്കാം. നല്ലപോലെ അരിയരുത്, പാകത്തിൽ. ഇനി ഇതിലേക്ക് ഗരം മസാല ഒരു ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പുതിന, മല്ലിയില, കറിവേപ്പില ചെറുതായി അരിഞ്ഞത്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈമ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതിനൊന്ന് നമുക്ക് പൊരിച്ചെടുക്കാം. ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിനെ റൗണ്ടായി ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് കട്ടി പാടില്ല കേട്ടോ, അപ്പോൾ വേഗം ഇത്തിരി താമസം പിടിക്കും. നല്ല കനം കമ്മിയായിട്ട് പരത്തിയെടുക്കണം. ഇതുപോലെ ഇപ്പോൾ നമ്മുടെ കൈമ വെന്ത് തുടങ്ങി. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. വെന്ത് തുടങ്ങി. ഇനി അതിനെ കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ കൈമ റെഡിയായി. ഇനി അതിൽ ചോറും ഇത്തിരി രസവും കൂട്ടി ഒഴിച്ച് കഴിച്ച് നോക്കൂ. അടിപൊളിയായിരിക്കും.